സാർ, നമുക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് പ്രമുഖ പാർട്ടികളുടെയും പ്രകടന പത്രിക പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ BJP പ്രകടന പത്രികയിലെ ഒരു 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറയാം. വനിതാ സംവരണ നിയമം അവർ പാസ്സാക്കും, ഇന്ധനവില കുറയ്ക്കും, 6G ആക്കും ടെക്നോളജിയിൽ, അന്താരാഷ്ട്ര തലത്തിൽ രാമായണ മഹോത്സവം നടത്തും. സാർ, ഈ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് പെട്ടെന്നൊരു കാര്യം എന്നിടയിലേക്ക് പറയുന്നു. പ്രകടന പത്രികയിൽ എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് വാരിക്കോരി വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ്. ഇത് ഇവരുടെ സങ്കല്പ യാത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രകടന പത്രികയുടെ പ്രചരണം നടത്തിയത്. അത് 2-3 ദിവസമേ ആയുള്ളൂ. അതെ, ആ പ്രകടന പത്രിക വന്നിട്ട് അപ്പോൾ സ്വാഭാവികമായി ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു വർഗീയമായ ഒരു ധ്രുവീകരണത്തിന് വേണ്ടി കൂടിയാണ്. ഇപ്പോൾ രാമായണ മഹോത്സവം എന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകമായി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാർ, 1-2 പോയിന്റുകൾ പറയണോ? അത് പറയാം, അത് വേറെ സബ്ജക്റ്റ് കൂടിയാണ്. കാരണം രാമായണോത്സവം നല്ല കാര്യമാണ്, രാമൻ നല്ല കാര്യമാണ്. ആ രാമനെ എതിർക്കേണ്ട കാര്യമില്ല. രാമനെ പ്രതിഷ്ഠിച്ച അയോധ്യ ക്ഷേത്രവും എതിർക്കപ്പെടേണ്ടതല്ല. ആ വാദഗതിയാണ് എനിക്കുള്ളത്. പിന്നീട് ഇനി ഓരോന്ന് ഡിഗ്രി കൂട്ടിക്കൊണ്ടുവരുന്നു. രാമൻ്റെ കാര്യം പറഞ്ഞു, രാമക്ഷേത്രം പണിതു, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രാമായണോത്സവം നടത്താൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി രാമനെ മാത്രം മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നത് അഭിലഷണീയമല്ല. എന്നാലും രാമൻ നമ്മുടെ സ്വന്തമാണ്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആദികാവ്യമായ രാമായണം, വാൽമീകി രചിച്ച രാമായണം, ലോകത്തിലെ മാതൃകാപുരുഷനായ രാമൻ്റെ കഥ ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിനെക്കുറിച്ചുള്ള രാമായണോത്സവം നടത്തുന്നത് നല്ലതാണ്. പക്ഷെ അത് അഖിലലോകാടിസ്ഥാനത്തിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രസക്തി, അന്താരാഷ്ട്ര തലത്തിൽ, അത് വലിയ അഖില ലോകതലത്തിൽ അത്ര വലിയ പ്രസക്തിയില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, സ്ത്രീകളുടെ സംവരണം ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ പറയാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. യുവാക്കളുടെ തൊഴിലില്ലായ്മ, ഈ പെട്രോളിന് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. എത്ര രൂപയിൽ കിടന്ന പെട്രോളാണ് ഇന്നിപ്പോൾ 100 ചില്ലുവാനം രൂപയിലേക്ക് ഉയർന്നത്. അപ്പോൾ അത് പറയാതെ അത് വേണമെങ്കിൽ കുറയ്ക്കാൻ കഴിയുമായിരുന്നത് 1 രൂപയും 2 രൂപയും കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. പിന്നെ സ്ത്രീകളുടെ സംവരണം അഭികാമ്യമാണ്. ആദ്യം ഇവിടെ സംവരണം ഉണ്ടാക്കിയത് രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്തുകളിൽ. അത് കഴിഞ്ഞ് ഇനിയും സംവരണം ഉണ്ടാവേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ കോൺഗ്രസ് ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ സാർ, അതിൽ കോൺഗ്രസ് ശരിക്കും BJPയേക്കാൾ ഒരുപാട് പിറകിലല്ലേ സാർ സ്ത്രീ സംവരണത്തിൽ? അതിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇവിടെ ഇപ്പോൾ പ്രശ്നം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതാണ് പ്രാധാന്യം. ഇപ്പം ഞങ്ങളുടെ ഷാനിമോൾ ഉസ്മാനെ തന്നെ 2-3 സ്ഥലത്ത് കൊണ്ട് നിർത്തി, തോറ്റുപോയി. അതുകൊണ്ട് ജയിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഏത് സീറ്റാണ്? ജയിക്കുന്ന സീറ്റല്ല, പിടിച്ചെടുക്കുന്നതാണ്. പലരും നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വന്നാൽ മാത്രമേ അത് തങ്ങളുടെ സീറ്റാവൂ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് അംഗീകാരം കൊടുത്തില്ല എന്നല്ല, അംഗീകാരം കൊടുത്താൽ ജയിക്കാൻ കഴിയണം. ആ ജയിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ പടിപടിയായി പഠിപ്പിച്ച്, മത്സരിപ്പിച്ച്, പ്രസംഗിപ്പിച്ച്, സ്റ്റഡി ക്ലാസ്സുകൾ കൊടുത്ത് ഓരോ നിയോജക മണ്ഡലത്തെയും അവരെ പ്രാപ്തരാക്കണം. അതിന് എല്ലാ പാർട്ടികളും തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ സംവരണം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള സാർ, ഈ അന്താരാഷ്ട്ര തലത്തിൽ അവർ രാമായണ മഹോത്സവം നടത്തുമെന്ന് പറയുന്നത്, അത് നമുക്ക് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളത് കഴിഞ്ഞ മോദി സർക്കാരോടുകൂടി തന്നെ പ്രഖ്യാപിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ രാമക്ഷേത്രത്തോടുകൂടി? അത് BJP മാത്രം പ്രഖ്യാപിച്ച പോരല്ലോ, ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കണ്ടേ? ഇന്ത്യ ഒരു ബഹുസ്വരതയുടെ മതേതരത്വത്തിൻ്റെ ഒരു രാജ്യമാണ്.
ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ സാർ ഇതിനകത്ത് സാർ ഇപ്പോൾ നമ്മൾ ഈ കേരളം വിട്ട് നമ്മൾ മറ്റ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മുസ്ലിം വോട്ടുകൾ തന്നെയല്ലേ അവിടെ BJP ജയിപ്പിക്കുന്നത്? സാർ കോൺഗ്രസ് അത് പേടിച്ചിട്ടാണ്. മുസ്ലിം വോട്ടുകൾ BJPക്ക് ഇപ്പോൾ കിട്ടുന്നത്. സ്വാഭാവികമായി BJPക്ക് മുസ്ലിംകൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അല്ല സാർ, മുസ്ലിം സമുദായം തന്നെ പിന്നെ പേടിക്കുന്ന, സ്ത്രീ സമൂഹം തന്നെ പേടിക്കുന്ന തലാഖത്ത് തുടങ്ങിയിട്ടുള്ള പല നിയമങ്ങളെയും BJP അല്ലേ സാർ നട്ടലോടുകൂടി എതിർത്ത് അതിനൊരു മാറ്റം വരുത്തിയത്? തലാഖ് നിയമം നല്ലതാണ്, രാജ്യത്തിന് പൊതുവെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നൊന്ന്, ഇത് ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുമ്പോൾ പൗരത്വ ഭേദഗതി നിയമം, ഈ പൗരത്വ ഭേദഗതി നിയമം വരുമ്പോൾ അത് മുസ്ലിംസിന് അതിനോട് വിയോജിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനെ അപകടപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമാണ് എന്ന് പറയുന്നു. തന്നെയല്ല, അതിനെക്കുറിച്ച് കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അല്ല പ്രശ്നം. അവരെ വിഗണിച്ചു എന്നതിനേക്കാൾ അധികമായി മുസ്ലിംസിനൊരു ഭയം വന്നിരിക്കുന്നു. ആ മുസ്ലിംസിനൊരു ഭയം ഉണ്ടാക്കിയതല്ലേ സാർ? കേരളത്തിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമില്ല എന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ? എന്നല്ല ഇത് ഇവിടെ കേരളത്തിലെ ഒരു പ്രശ്നം. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ ഒരു മുന്നണിയിൽ ഈ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ നിർത്തിയാൽ മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി ഇവിടെ മത്സരിച്ച് ജയിക്കാനാവുകയുള്ളൂ എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിംസിന് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ അത് അതിൻ്റെ പ്രായോഗികത നോക്കണം. ഇപ്പോൾ അവർ വിട്ടുപോയി എന്നിരിക്കട്ടെ, കോൺഗ്രസ് പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ ഇപ്പോൾ രക്ഷിക്കുന്നത് SDPIയുടെ വോട്ട് കൊണ്ടാണ് കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റുകൾ കിട്ടിയത്. പിന്നെ സമസ്ത ഇപ്പോൾ UDFന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതിനകത്ത് തന്നെ അവാന്തര വിഭാഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ തീവ്രവാദികളുടേതായ ഒരു തള്ളിക്കയറ്റം വരുമ്പോൾ സ്വാഭാവികമായി ആ തീവ്രത കുറയ്ക്കാൻ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു ജനാധിപത്യ പാർട്ടിക്ക് കഴിയുന്നു. അല്ല സാർ, ഇതിനകത്ത് ഈ പറഞ്ഞ മുത്തലാഖത്ത് തുടങ്ങിയിട്ടുള്ള മുസ്ലിം നിയമങ്ങളിൽ കോൺഗ്രസ് ഭരണകാലത്ത് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ നിശബ്ദമായി അനുകൂലിക്കുന്നുണ്ട് എന്ന് സാറിന് പറയാൻ കഴിയില്ല. മുസ്ലിം സമുദായം അവരിപ്പോൾ സാർ പറഞ്ഞു CAA അവർ പേടിക്കുന്നു, CAA ഇവിടെ വർഗീയത വളരണമെന്ന് പറയുമ്പോഴും BJP നാളിതുവരെ ഈ കഴിഞ്ഞ ഭരണകാലത്ത് ചെയ്ത കുറേ നല്ല കാര്യങ്ങൾ അവർ ഒരുപാടങ്ങ് ഉറക്കെ പറയുന്നില്ലെങ്കിലും അവർ അംഗീകരിക്കുന്നതിൻ്റെ തെളിവാണ്. സാറ് പറയുന്നത് പേടിച്ചാണ് വോട്ട് ചെയ്യുന്നത്. അല്ല, തീവ്രവാദത്തിനൊക്കെ ഒരു ഭയങ്കരമായ കുറവ് വന്നില്ലേ? നമ്മളിപ്പോൾ ലവ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത നമ്മളെന്ന് നമ്മൾ പറയുന്നില്ല, നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കിടയിൽ ഉണ്ടായ വിഷയം, അതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ BJP സർക്കാരിന് കഴിഞ്ഞില്ലേ സാർ? അതൊരു വലിയ വളരെ ആ കാര്യത്തിലൊക്കെ ഞാൻ യോജിക്കുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഫിലിം അത് ഒരു ജനം കാണേണ്ടത് കലാരൂപം എന്ന മട്ടിൽ അതിനെ എതിർക്കേണ്ട യാതൊരു കാര്യവും കലാരൂപം എന്ന അല്ലെങ്കിലും ഒരു അവയർനെസ് എന്ന രീതിയിലെങ്കിലും കേരള സമൂഹം കാണേണ്ടത്. നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ഞാനതിന് അനുകൂലിയാണ്. ഇപ്പൊ ഇവിടെ ക്രിസ്ത്യൻ സഭകൾ അത് പ്രദർശിപ്പിച്ചു സ്കൂളിൽ, കോളേജിൽ. അതെ. അപ്പോൾ സ്വാഭാവികമായി ഇത് ആളുകൾ കാണേണ്ടതാണ്. അത് കാണണ്ട എന്ന് പറയുന്നത് മുസ്ലിം ജനതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് പകരമായി അവരുടെ ക്രിസ്ത്യൻ സമൂഹം തന്നെ നമ്മുടെ മണിപ്പൂർ വിഷയം എടുത്ത് അവർ ആ ഡോക്യുമെന്ററി തന്നെ അവർ കാണിച്ച് അവരുടെ ഇടയിൽ തന്നെ ഒരു വിഭാഗീയത അവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നൊന്ന്, ഇതിനകത്ത് ഈ മണിപ്പൂർ വിഷയത്തിൽ BJP നിസ്സംഗത പാലിക്കുകയോ മൗനം പാലിക്കുകയോ ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി മൗനം പാലിച്ചു. കാരണം മണിപ്പൂർ ഇഷ്യൂ ചെറുതല്ല. അല്ല സാർ, അതിന് കാരണമില്ല സാർ. പ്രധാനമന്ത്രി മൗനം പാലിച്ചതിന് കാരണമില്ലേ? അതിൻ്റെ ഒരു ശരിക്കുള്ള പോയിന്റ് പറയുമ്പോൾ അവിടുത്തെ രണ്ട് ജാതി മതങ്ങൾ തമ്മിലുള്ള ആയിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തിൽ ഉണ്ടാവുന്ന കലാപം, ആ കലാപത്തെ മനുഷ്യത്വപരമായി നേരിടണ്ടേ? അത് നേരിട്ടില്ലേ സാർ? ഇല്ല, നേരിട്ടില്ല എന്ന് മാത്രമല്ല, പക്ഷം പിടിച്ച് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ ഗവർണർ പോലും, അവിടുത്തെ മുഖ്യമന്ത്രി പോലും അതിന് സഹായകമായ മട്ടിലാണ് നിന്നത്. പിന്നെ ഒരു ചോദ്യത്തിന് മറുപടി മോദിജി പറയാറില്ല, അങ്ങോട്ട് ചോദിക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് പറയുന്ന റേഡിയോയെ പോലെയാണ് മോദിജി പല കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നത്. അതൊരു നല്ല കീഴ്വഴക്കമല്ല. ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ച് ചോദ്യങ്ങൾ അഭിമുഖീകരിച്ച് മറുപടി പറയാറില്ല.
പക്ഷേ അദ്ദേഹം പൊതുജനങ്ങളെ സംസാരിച്ച് സംവദിച്ച് അവരുടെ പിന്തുണ നേടുന്നുണ്ട്. അപ്പോൾ BJPയുടെ ഒരു നയമെന്ന മട്ടിൽ ഈ പല പ്രമുഖന്മാരും രംഗത്തുണ്ടെങ്കിലും ഇപ്പോൾ ആധികാരികമായ അവസാന വാക്ക് മോദിജിയുടേതാണ്. അപ്പോൾ ആ മോദിജി പല കാര്യങ്ങളിലും ധീരമായി നേരിടണം, പത്രക്കാരെ നേരിടണം, ജനങ്ങളെ നേരിടണം, ചോദ്യങ്ങളെ നേരിടണം. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടി പോയിട്ട് മോദിജിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നല്ല വശങ്ങളെക്കുറിച്ച് ഞാൻ അംഗീകരിക്കുന്നു, അഭിമാനിക്കുന്നു, അതിനേക്കാൾ അധികമായി ശ്ലാഘിക്കാനും തയ്യാറാണ്. പക്ഷേ ഈ വീഴ്ചകളുമുണ്ട്. അല്ല സാർ, അത് പറയുമ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മയുടെ വിഷയം ഉണ്ടായിരുന്നു, ഈ കഴിഞ്ഞ ഭരണകാലത്ത് അത് ഉണ്ടായിരുന്നു. അത് ശരിയാണ്, അതിനെ അവർ മറച്ചു വയ്ക്കുന്നു എന്ന് തോന്നുന്നില്ല. അത് സാറ് കേട്ടായിരുന്നില്ലേ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു? തൊഴിലില്ലായ്മ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞുവെങ്കിലും ഈ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമായിട്ടില്ല. എത്ര ആഗോളതലത്തിലുണ്ടായ ഒരു വിഷയമല്ല. ആഗോളതലത്തിലല്ല, ഇവിടുത്തെ പ്രശ്നം ഇന്ത്യയിൽ നിന്ന് എന്തിനാ വിദ്യാസമ്പന്നരായ കുട്ടികൾ പോലും പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ജോലിയില്ല. BTech പാസ്സായ പല ആൾക്കാർക്കും ജോലിയില്ലാത്തതുകൊണ്ട് കാനഡയിലേക്ക്, അമേരിക്കയിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക്, ആസ്ട്രേലിയയിലേക്ക് ഒക്കെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ജോലി സാധ്യതയുണ്ടെങ്കിൽ അവരിവിടെ തന്നെ കഴിയും. അപ്പോൾ അതിനെ ശ്രമിക്കാതെ പോയാൽ അത് പരിഹാരമാവുകയില്ല. പിന്നെ വാരിക്കോരി പണം കൊടുക്കും, സ്ത്രീകൾക്ക് പണം കൊടുക്കും, വിധവകൾക്ക് പണം കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കോ നിലനിൽപ്പിനോ സഹായകമല്ല. എന്തുകൊണ്ട് കോൺഗ്രസ് ഭരണത്തെക്കാളും സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തു BJP എന്ന് തന്നെ നമ്മൾ പല കാഴ്ചകളിലും കണ്ടിട്ടുള്ളതല്ലേ? അതൊക്കെ ശരിയാണ്, അത് ഉറപ്പാണ്. അത് ആ കാര്യത്തിൽ നമുക്ക് എനിക്കൊരു പക്ഷം പറയാൻ തോന്നുന്നില്ല. BJPക്ക് അദ്ദേഹം സ്ത്രീകളോട് കാണിക്കുന്ന സുഷമ സ്വരാജ്, അവരെ ആ ഒരു പഴയ BJP നേതാവ്, ഇപ്പോൾ നമ്മുടെ നിർമ്മല സീതാരാമൻ, അവർക്ക് വേണ്ട പ്രാധാന്യമെല്ലാം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വേദിയിൽ നിർമ്മല സീതാരാമൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ BJPയുടെ പ്രകടന പത്രിക പ്രകാശന ചടങ്ങിലുണ്ടായിരുന്നു. ഇന്നത്തെ ചടങ്ങുകളിലൊക്കെ ഇന്ന് അദ്ദേഹം വന്നിരിക്കുന്ന ആലത്തൂര്, അവിടെ ഏറ്റവും നമ്മുടെ കരുവന്നൂർ ബാങ്ക് പോലെ തട്ടിപ്പിടുന്ന സ്ഥലത്താണ് അദ്ദേഹം ഇന്ന് പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം മോദി വന്നിരിക്കുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥി ആരെന്ന് വെച്ചാൽ അത് സ്ത്രീയാണ്. അപ്പൊ അതെല്ലാം സ്ത്രീത്വത്തിന് അദ്ദേഹം കൊടുക്കുന്ന പ്രാധാന്യമാണ്. സാർ, ഇത്രയും നമ്മൾ പറഞ്ഞിട്ട് ഈ ചർച്ച അവസാനിക്കുന്നതിന് മുന്നേ എനിക്കൊരൊറ്റ ചോദ്യം. ഒരു കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ CAA കുറിച്ച് കോൺഗ്രസ് എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ ഒന്നും പറഞ്ഞില്ല? അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിപ്പോൾ ഗോവിന്ദൻ പറയുന്നത് പോലെ ഉള്ളതെല്ലാം ഒരു പ്രകടന പത്രികയിൽ ചേർക്കാൻ പറ്റുമോ? ഒരു പ്രകടന പത്രികയിൽ ചേർക്കുന്ന പ്രസക്തമായ ഭാഗങ്ങളും പ്രയോജനകരമായ കാര്യങ്ങളും ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ CAA കണ്ണുമടച്ച് അനുകൂലിക്കുകയോ കണ്ണുമടച്ച് എതിർക്കുകയോ ചെയ്യുന്നതിനേക്കാൾ അധികമായി ഇവിടെ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി BJPക്ക് എന്താണ് ഇത്ര ബാന്ധവം? എന്താണ് BJP ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തെറ്റുകളെ കാണാത്തത്? ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് BJP അടുത്ത നടപടിയെടുക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചു സാർ. ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നു. കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് വേദികൾ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ മകളുടെയോ ഈ തട്ടിപ്പ് കഥകളെക്കുറിച്ച് സാറ് തന്നെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് സംസാരിച്ചതായിട്ട് കേട്ടോ? ഒരുപാട് നെഞ്ച് കൈതൊട്ട് പറയാം. ഒരുപാട് സ്റ്റേജുകളിൽ ഇപ്പൊ ഈ സർക്കാരിനെ വിമർശിച്ചതായിട്ട് ഒരുപാട് സ്റ്റേജുകളിൽ ഈ സർക്കാർ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഈ ഇവിടുത്തെ കഴിഞ്ഞ ഇതിനേക്കാളും ഒരു സീറ്റ് പോലും CPM-ന് കൊടുക്കാതെ നേടുമെന്ന് നമുക്ക് ധരിച്ചുകൂടെ? അതല്ല 20 അതല്ല. ഇതിനകത്തുള്ളത് ഇതൊക്കെ നിയമത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിനകത്ത് നിൽക്കുന്ന ഒരു സാധനത്തിൻ്റെ കെട്ടഴിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ കഴിയത്തുള്ളൂ. ആ കേന്ദ്ര ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല. ഇവിടെ വാവിട്ട് വർത്തമാനം പറഞ്ഞതുകൊണ്ടും പ്രസംഗിച്ചതുകൊണ്ടും നെഞ്ചത്തടിച്ച് കരഞ്ഞതുകൊണ്ടും കാര്യമായില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിലെ ജനങ്ങളെ പിടിച്ചു മുറുക്കുകയാണ്. അപ്പോൾ അതിന് ലാവ്ലിൻ പോലെയുള്ള കേസുകൾ, മാസപ്പടി പോലെയുള്ള കേസുകൾ, അഴിമതി കഥകൾ, കേസുകളുണ്ട്. പക്ഷേ ആ കേസുകളൊന്നും തീവ്രമാക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേജ്രിവാളിനെ പിടിച്ചകത്ത്? അപ്പോൾ സ്വാഭാവികമായി ചിലയിടങ്ങളിൽ ഇവർ കർക്കശമായ ഇത് പിടിക്കുകയും ചിലയിടങ്ങളിൽ കണ്ണടയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ ഇത് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. സാർ, ശരിക്കും മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണോ? നിങ്ങളിപ്പോൾ കോൺഗ്രസും CPM-ഉം ഇഴചേർന്ന് നിന്നുകൊണ്ട് BJPക്ക് എതിരാണോ? ഏതാണ്?
അല്ല, CPM കൂടി ചേർന്നുകൊണ്ടല്ല നിൽക്കുന്നത്. CPM ചിലയിടങ്ങളിൽ യോജിച്ച് നിൽക്കുന്നു എന്നുള്ളത് വെച്ചാൽ വേറെ ഒരു മുന്നണി, വലിയൊരു കാഴ്ചപ്പാട് ക്യാൻവാസിലാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചിരിക്കുന്നത്. ആ കേജ്രിവാൾ അകത്തായപ്പോ ഇന്ത്യ മുന്നണി ഇല്ലല്ലോ. ഏത് കേജ്രിവാൾ അകത്തായപ്പോ ഇന്ത്യ മുന്നണി ഉണ്ട്. അത് തെറ്റിദ്ധരിക്കേണ്ട. മുന്നണി ഡൽഹിയിൽ എല്ലാ സീറ്റും BJP നേടിയതാണ്. ആ BJP ഇത്തവണ വട്ടപൂജ്യമാകും. അവിടെ 3 സീറ്റ് കോൺഗ്രസ് നേടും, 3 സീറ്റ് കേജ്രിവാളിൻ്റെ പാർട്ടി നേടും. അത് വേറെ കാര്യം. അപ്പോൾ സാറിന് ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്? എനിക്ക് പ്രതീക്ഷയുണ്ട്. ഉണ്ട്. ശരി, ആവട്ടെ. സാറിൻ്റെ പ്രതീക്ഷ ശുഭപ്രതീക്ഷ. കാരണം ഇന്ന് വരെ അത് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു BJPക്കെതിരായ ഒരു മുന്നണി രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കൊരു ശുഭപ്രതീക്ഷ. അന്ന് BJP ചെറിയ പാർട്ടിയായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനം? നരേന്ദ്രമോദി ഒരു ഫിഗറാണ്. അന്നൊരു കുഴിയാനയായിരുന്നു, ഇന്നൊരു ഭീകരാനയാണ്, കൊമ്പനാനയാണ്. നരേന്ദ്രമോദി ഒരു കൊമ്പനാനയാണ്. അദ്ദേഹം ഓരോ സ്ഥലത്തു നിന്നും അദ്ദേഹം കുതറി തെറിച്ചുകൊണ്ടാണ് വരുന്നത്. തുടൽ പൊട്ടിച്ചുകൊണ്ട് വരുന്ന ഒരു മതയാനയെ പോലെയാണ്. മതയാനയാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം കടന്നു വരുന്നത് ഒരു രാജകലയോടെ തന്നെയാണ് വരുന്നത്. അതൊക്കെ സമ്മതിച്ചു. അപ്പോൾ അതിന് ഒരു പ്രായോഗികതയുടെ ഒരു വശം അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. എന്തായാലും ഈ പിന്നെ ഇതിനെതിരെ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയതൊരു വിജയമാണെന്ന് തന്നെ സാർ വിചാരിക്കുന്നു. ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സാറിൻ്റെ വിശ്വാസം. അതെ, സാറിൻ്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു അയ്യപ്പദാസ്.